സ്റ്റെപ്പർ മോട്ടർ എന്നുള്ളത് ബേസിക് ആയിട്ടൊരു സിങ്ക്രണസ് മോട്ടർ തന്നെയാണ്. പക്ഷേ ബ്രഷ് അവൈലബിലിറ്റി അല്ലാത്ത ഒരു സിങ്ക്രണസ് മോട്ടറാണ്. സ്റ്റെപ്പർ മോട്ടറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ ഇലക്ട്രിക്കൽ സിഗ്നൽസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് മാത്രം വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഫുള്ള് റൊട്ടേഷൻ തരാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രം റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോട്ടറാണ് സ്റ്റെപ്പർ മോട്ടർ. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ പൾസസിന് എത്രയാണോ എന്നുള്ളതിനനുസരിച്ച് മാത്രമാണ് പൾസിന് ഇൻപുട്ടായിട്ട് പൾസുകളായിരിക്കും വരുന്നുണ്ടാവുക. ആ പൾസുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രം ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് പോസിബിൾ ആവുന്നതാണ് സ്റ്റെപ്പർ മോട്ടർ എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ സീക്വൻസ് പൾസുകൾ എന്നുള്ളത് പല സീക്വൻസ് പൾസുകളായിട്ടാണ് വരിക. അതായത് 12 സ്റ്റെപ്സ്, 24, 72 അങ്ങനെ ഒരുപാട് സ്റ്റെപ്പിംഗ് പെർ സ്റ്റെപ്സ് വെച്ചിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആംഗിൾസ് വെച്ചിട്ട് വരുന്നുണ്ട്. 300 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക, 150 ഡിഗ്രി, അതുപോലെ തന്നെ 50 ഡിഗ്രി, 250 ഡിഗ്രി, എത്രയാണെങ്കിലും ഓരോ ഡിഫറെൻറ്റ് സ്റ്റെപ്പായിട്ട് വരുന്ന ആംഗിൾസ്, 360 ഡിഗ്രിയിൽ എത്ര ആംഗിൾസ് എന്നുള്ള രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പർ മോട്ടർ അവൈലബിൾ ആണ്. പിന്നെ മോട്ടറിൻ്റെ സ്പീഡ്, ഷാഫ്റ്റിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇൻപുട്ട് പൾസിൻ്റെ ഫ്രീക്വൻസിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് റൊട്ടേഷൻ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് പൾസസ്. അപ്പോൾ എത്ര പൾസ് കൊടുക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ പൾസിൻ്റെ ഫ്രീക്വൻസിയും ആണ് സ്റ്റെപ്പർ മോട്ടറിൻ്റെ ഓപ്പറേഷനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എത്ര ദൂരം തിരിയണം അല്ലെങ്കിൽ എത്ര സ്റ്റെപ്പ് റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഈ പൾസിൻ്റെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ നമ്പർ ഓഫ് പൾസും, എത്ര എണ്ണം പൾസുകൾ അതിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ സീക്വൻസ് ഓഫ് ദി അപ്ലൈഡ് പൾസ് ഈസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ദ ഡയറക്ഷൻ ഓഫ് മോട്ടോർ. അതായത് ഒറ്റ AC അല്ലെങ്കിൽ DC എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതല്ല ചെയ്യുന്നത്. മോട്ടോറിലേക്ക് വരുന്ന പൾസുകൾ കൺട്രോൾ ചെയ്തിട്ടുള്ള പൾസുകളാണ് വരുന്നത്. അപ്പോൾ AC സപ്ലൈ ഏതെങ്കിലും ഒരു കൺട്രോളർക്ക് കൊടുത്തിട്ട് ആ കൺട്രോളറാണ് പിന്നെ മോട്ടറിനെ വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ കൺട്രോളർ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പൾസുകൾ മാത്രമാണ് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓപ്പറേഷൻ മാത്രമാണ് സ്റ്റെപ്പർ മോട്ടർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റെപ്പർ മോട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ സ്റ്റെപ്പർ മോട്ടറിൻ്റെ ഒരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേരിയബിൾ റിലക്റ്റൻസ് ടൈപ്പിൻ്റെ ഒരു ഫിഗറാണ്. അതായത് ഓരോ ഫീൽഡ് വൈൻഡിങ്ങിലും എന്തുണ്ട്, ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഫീൽഡ് വൈൻഡിങ് സെറ്റപ്പുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആർമേച്ചർ വൈൻഡിങ് എന്നുള്ളത് ഓരോ സ്റ്റെപ്പ് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടാണ് വരുന്നത്. പിന്നെ വർക്ക് ചെയ്യുന്നത് എപ്പോഴും ഇത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്നുള്ളതായിട്ട് പറയുന്നത്. പിന്നെ സ്റ്റെപ്പർ മോട്ടറിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്താണ്, ആക്യുറേറ്റ്ലി കൺട്രോൾഡ് ഇൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. ഞാൻ പറഞ്ഞു ഒരു കൺട്രോളർ ഉപയോഗിച്ചിട്ടാണ് സ്റ്റെപ്പർ മോട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ലൂപ്പ് കൺട്രോളർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റെപ്പർ മോട്ടർ കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതായത് ഫീഡ്ബാക്ക് സിസ്റ്റം, ഫീഡ്ബാക്കായിട്ട് വരുന്ന എക്സ്പെൻസീവായിട്ട് വരുന്ന ഫീഡ്ബാക്ക് ഡിവൈസസൊക്കെ, ഒരുപാട് എക്സ്പെൻസീവായിട്ട് വരുന്ന ഫീഡ്ബാക്ക് ഡിവൈസസൊക്കെ റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ എൻകോഡേഴ്സ് ആണ് ഈ ഫീഡ്ബാക്ക് ഡിവൈസസിന് ഒരു എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഡയറക്റ്റ് കൺട്രോളിങ് തന്നെ പോസിബിൾ ആവുന്നതാണ് സ്റ്റെപ്പർ മോട്ടറിന്. പിന്നെ പൊസിഷൻ ഈസ് നോൺ സിംപ്ലി ബൈ കീപ്പിംഗ് ട്രാക്ക് ഓഫ് ദി ഇൻപുട്ട് പൾസസ് നമുക്ക് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റെപ്പ് പൊസിഷൻസ് അവിടെ മാർക്ക് ചെയ്ത് വരും. പിന്നെ സ്റ്റെപ്പർ മോട്ടറിൻ്റെ ടൈപ്പുകളാണ് വേരിയബിൾ റിലക്റ്റൻസ്, പെർമനൻറ്റ് മാഗ്നറ്റിക്, ഹൈബ്രിഡ്. അതിൽ വേരിയബിൾ റിലക്റ്റൻസിൻ്റെ ഒരു പിക്ചർ മാത്രമാണ് ഈ കാണിക്കുന്നത്. ഓരോ വൈൻഡിങ്ങും സിമ്പിളായിട്ട് വരുന്ന, അതായത് വൈൻഡിങ്ങിലേക്ക് വരുന്നത് മാഗ്നറ്റിക് ഫീൽഡ് വൈൻഡിങ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ ആർമേച്ചറിൽ വരുന്ന സിഗ്നൽ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ളത് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര സ്റ്റെപ്പ് നീങ്ങാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 20 ഡിഗ്രിയാണ് നീങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് അനുസരിച്ചിട്ടുള്ള നമ്പർ ഓഫ് പൾസും അതുപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് പൾസുമാണ് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഹിസ്റ്ററിസിസ് മോട്ടറാണ്. ഹിസ്റ്ററിസിസ് മോട്ടർ നമ്മൾ നേരത്തെ റിലക്റ്റൻസ് മോട്ടർ പറഞ്ഞു, അതുപോലെ തന്നെ റിപ്പൾഷൻ മോട്ടർ പറഞ്ഞു, അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഹിസ്റ്ററിസിസ് മോട്ടർ എന്നുള്ളത്. അതായത് സിങ്ക്രണസ് മോട്ടറിൻ്റെ ഒരു സെറ്റപ്പിലാണ് വർക്ക് ചെയ്യുന്നത്.
DC എക്സൈറ്റേഷൻ ഇല്ലാതെ, അതായത് പെർമനൻറ്റ് മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് ഹിസ്റ്ററിസിസ് ലോസുകൾ ഉണ്ടാവും, ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ ലോസുകളിൽ വരുന്ന ഇൻഡ്യൂസ്ഡ് EMF കൊണ്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഹിസ്റ്ററിസിസ് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇൻ ദി ഹാർഡൻഡ് സ്റ്റീൽ സെക്കൻഡറി മെമ്പർ ബൈ ദ revolving field and the primary and operates normally at the synchronous speed and run on hysteresis shock because of the retentivity of the second core. അപ്പോൾ രണ്ട് കോർ സെറ്റപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ സിങ്ക്രണസ് സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ സെക്കൻഡറി കോർ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ സിംഗിൾ ഫേസ് മോട്ടോർ ഓപ്പറേഷൻ ഡിപ്പെൻഡ്സ് ഓഫ് ഹിസ്റ്ററിസിസ് എഫക്റ്റ് ആണ്. ഹിസ്റ്ററിസിസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലോസ് ആണ്. ഒരു മാഗ്നറ്റിക് കോറിൽ ഉണ്ടായിരിക്കുന്ന ലോസിനെയാണ് ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോറിൻ്റെ ബേസിൽ കറണ്ട് ഡെവലപ്പ് ആവുകയും ആ കറണ്ട് ഡെവലപ്മെൻറ്റ് ഒരു ടോർക്കിന് വഴിയൊരുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ടോർക്കാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, മോട്ടോർ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റൈസേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ലാഗ്സ് ബിഹൈൻഡ് എ മാഗ്നറ്റൈസിങ് ഫോഴ്സ്. മാഗ്നറ്റൈസിങ് ഫോഴ്സിൻ്റെ പിന്നിലായിട്ട് ലാഗ് ചെയ്യുന്ന രീതിയിലാണ് വരിക. ഇപ്പോൾ ഹിസ്റ്ററിസിസ് സ്റ്റേറ്റർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്, സിങ്ക്രണസ്ലി റിവോൾവ്ഡ് ഫീൽഡ് ഫ്രം സിംഗിൾ ഫേസ് സപ്ലൈ. സിംഗിൾ ഫേസ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റിവോൾവിംഗ് ഫീൽഡ്, അതായത് 2 വൈൻഡിങ്ങിലുള്ള ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് സ്റ്റേറ്റർ ക്യാരീസ് മെയിൻ ആൻഡ് ഓക്സിലറി വൈൻഡിങ്സ് വിച്ച് കോൾഡ് സ്പ്ലിറ്റ് ഫേസ് ഹിസ്റ്ററിസിസ് മോട്ടോർ. സോ ടോപ്പ് പ്രൊഡ്യൂസസ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മെയിൻ വൈൻഡിങ്ങും ഓക്സിലറി വൈൻഡിങ്ങും ആയിട്ട് തന്നെ സാധാരണ പോലെ തന്നെ സ്റ്റേറ്റർ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റേറ്ററിൽ സാധാരണ AC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഫേസ് ഷിഫ്റ്റ് വരുന്ന, അതായത് സ്പ്ലിറ്റ് ഫേസ് ഷിഫ്റ്റ് വരത്തക്ക രീതിയിലുള്ള ഒരു AC വൈൻഡിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫേസ് ഷിഫ്റ്റ് വരത്തക്ക രീതിയിലുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ അവൈലബിൾ ആവും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലാണ് റോട്ടർ വെച്ചിട്ടുണ്ടാവുക. റോട്ടർ എന്നുള്ളത് സാധാരണ അല്ല. റോട്ടർ എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സിന് പകരം ഉപയോഗിക്കുന്നത് എന്താണ്, റോട്ടർ ഇനീഷ്യലി റൊട്ടേറ്റ് ഡ്യൂ ടു ദി എഡി കറണ്ട്. അതായത് ഒരു മാഗ്നറ്റിക് കോർ പോലത്തെ മെറ്റീരിയലാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഒരു കറണ്ട് ഇൻഡ്യൂസ് ആവുന്നതാണ് ഈ റോട്ടറിനകത്ത് വരുന്നത്. അപ്പോൾ റോട്ടർ എന്ത് ചെയ്യും, അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എഡി കറൻസ് ആണ് റോട്ടറിനകത്ത് ഉണ്ടാവുക. എഡി കറൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുന്ന സാധനം എന്തായിരിക്കണം, ഒരു മാഗ്നറ്റിക് കോർ ആയിരിക്കണം അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് കോർ പോലത്തെ സബ്സ്റ്റൻസുകൾ വെച്ച് കഴിഞ്ഞാലാണ്, ലാമിനേഷൻ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാലാണ് എഡി കറൻസ് കൂടുതലുണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ വരുന്ന ഒരു മാഗ്നറ്റിക് കോർ പോലെ തന്നെ സോഫ്റ്റ് അയൺ കോറൊക്കെ പോലെ വരുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ എന്തിനായിട്ട് ഉപയോഗിക്കുന്നത്, റോട്ടറായിട്ട് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ റോട്ടറായിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റോട്ടർ നോർമലി റൊട്ടേറ്റ് ചെയ്യും. എഡി കറൻസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എഡി കറൻസിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ഫ്ലോ ഉള്ള കണ്ടക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കറണ്ട് ഫ്ലോയ്ക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. മീൻസ് ആ കണ്ടക്ടറിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ഹിസ്റ്ററിസിസ് മോട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പതുക്കെ ആയിരിക്കും. പിന്നെ സിങ്ക്രണസ് സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റോട്ടർ സിങ്ക്രണസത്തിലേക്ക് മാറ്റിയിടും. അതായത് മെയിൻ ഫീൽഡും ഓക്സിലറി ഫീൽഡും ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഓക്സിലറി ഫീൽഡ് ഒഴിവാക്കി റൺ പൊസിഷനിൽ മെയിൻ ഫീൽഡിനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യിക്കുക. അപ്പോൾ ആ ഒരു സിങ്ക്രണിസം അല്ലെങ്കിൽ സ്വിച്ചിങ് ഓപ്പറേഷൻ അവിടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റേറ്റർ ഫീൽഡിൻ്റെയും റോട്ടർ ഫീൽഡ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ഫീൽഡ് വാനിഷസ്, ദ ടോർക്ക് ഡ്യൂ ടു എഡി കറൻസ് ഓൾസോ വാനിഷസ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ ചെയ്യുന്ന സമയത്ത് വരുന്നത്. എഡി കറണ്ട് ലോസിൻ്റെ ടോർക്ക് ഒഴിവാവും. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റർ ഫീൽഡിൻ്റെ റോട്ടർ ഫീൽഡിൻ്റെ റിലേറ്റീവ് മോഷനും ഒഴിവാവും. പിന്നെ വെൻ ദ റോട്ടർ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദ സിങ്ക്രണസ് സ്പീഡിലാണ് റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റർ റിവോൾവിംഗ് ഫീൽഡ് ഫ്ലക്സ് പ്രൊഡ്യൂസസ് പോൾസ് ഓൺ ദി റോട്ടർ. അപ്പോൾ റോട്ടറിൽ ഇതേപോലെ തന്നെ പുതിയ പോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററിസിസ് ലൂപ്പാണ്. പിന്നെ അതുപോലെ തന്നെ AB എന്നുള്ളത് സാധാരണ സിങ്ക്രണസ് മോട്ടറിൻ്റെ പൊസിഷൻ വെച്ചിട്ടുള്ളത്. അത് എങ്ങനെയാണ് നോർത്ത് സൗത്ത് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ AC ഫീൽഡ് വൈദ്യുതി കൊടുക്കുന്ന സമയത്ത് എന്ത് മാറുന്നുണ്ട്, സ്റ്റേറ്റർ ഫീൽഡ് സിങ്ക്രണസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ സ്റ്റേറ്റർ ഫീൽഡ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ആയതുകൊണ്ട് തന്നെ
അതിൻ്റെ അതേപോലെ തന്നെ എന്ത് ചെയ്യും, സ്റ്റേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, സ്റ്റേറ്ററിൻ്റെ മാഗ്നറ്റിക് ആക്സിസ് മാത്രമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റൊട്ടേഷൻ്റെ അതേപോലെ തന്നെ എന്ത് വരും, സിങ്ക്രണസ് മോട്ടറും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വരും. അല്ല, സിങ്ക്രണസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഹിസ്റ്റെറിസിസ് മോട്ടറും റൊട്ടേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. ഇത് കണ്ടാൽ തന്നെ അറിയാം, സ്പീഡ് ടോർക്ക് കാര്യങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ്. ഒരു കോൺസ്റ്റൻറ്റ് സിങ്ക്രണസ് സ്പീഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ടോർക്കാണ് ഇവർ തരുന്നത്. പിന്നെ ടോർക്ക് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ടൈപ്പ് ഓഫ്, പിന്നെ എന്താണ് ഡയറക്ഷൻ ഓഫ് റിവേഴ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, മെയിൻ വൈൻഡിങ്ങിലോ അല്ലെങ്കിൽ ഓക്സിലറി വൈൻഡിങ്ങിലോ ഏതെങ്കിലും ഒരു വൈൻഡിങ്ങിലെ മാറ്റി കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ രണ്ടിലും കൂടെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലല്ല, ഒന്നിൽ മാത്രം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള മെയിൻ ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആ മെയിൻ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ആയി കിട്ടിക്കഴിഞ്ഞാൽ റൊട്ടേഷൻ ഡയറക്ഷൻ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പിന്നെ ഹിസ്റ്റെറിസിസ് മോട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ പറയുന്നത്. ഹിസ്റ്റെറിസിസ് മോട്ടർ എന്നുള്ളത് എന്താണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് എന്താ, റോട്ടർ ഹാസ് നോ ടീത്ത്, നോ വൈൻഡിങ് ആൻഡ് നോ മെക്കാനിക്കൽ വൈബ്രേഷൻ. Due to absence of vibration, operation is quiet and noiseless. Suitable to accelerate inertia loads. Possibility of multi-speed operation by employing gear train. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്താണ്, ടീത്ത് വൈൻഡിങ്ങുകളൊന്നും ഇല്ല, അതുപോലെ തന്നെ മെക്കാനിക്കൽ വൈബ്രേഷൻ ഇല്ല, നോയ്സ്ലെസ് ഓപ്പറേഷനാണ്. പിന്നെ ഇനേർഷ്യ ലോഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിൽ പെട്ടെന്ന് മാറ്റേണ്ട ലോഡ്സ്, അങ്ങനത്തെ ലോഡ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഗിയർ ട്രെയിൻ ഓപ്പറേഷൻ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും, കാരണം മൾട്ടിപ്പിൾ സ്പീഡ് ആകുമ്പോൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്, ഔട്ട്പുട്ട് ഈസ് എബവ് 1/4 ദാൻ ദി ഇൻഡക്ഷൻ മോട്ടർ ഓഫ് ദ സെയിം ഡയമെൻഷൻ. അതായത് ഇപ്പോൾ നമ്മളൊരു ഇൻഡക്ഷൻ മോട്ടർ ഉപയോഗിക്കുകയാണ്, ഒരു 1 HP എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 HPൻ്റെ ഒരു ഇൻഡക്ഷൻ മോട്ടറും 1 HPൻ്റെ ഒരു ഹിസ്റ്റെറിസിസ് മോട്ടറും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്ഷൻ മോട്ടറിന് 1 HP കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ ഹിസ്റ്റെറിസിസ് മോട്ടറിൽ നിന്ന് കിട്ടുക 1/4 HP ആണ്. അതായത് ഒരു 25% മാത്രമാണ് അതിൻ്റെ ഒരു ഫുൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ, അതായത് 1 HP ഇൻഡക്ഷൻ മോട്ടറിൻ്റെ 25% മാത്രം, അത്രയും പവർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ഹിസ്റ്റെറിസിസ് മോട്ടറിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ എഫിഷ്യൻസി കുറവാണ്, പവർ ഫാക്ടർ കുറവാണ്, ടോർക്കും കുറവായിട്ട് തന്നെയാണ് വരിക. ടോർക്ക് കോൺസ്റ്റൻ്റ് ആണെന്നുള്ളത് മാത്രമാണ് ഒരു ഫാക്ടറായിട്ട് വരുന്നത്. പിന്നെ സ്മോൾ സൈസസിൽ അവൈലബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ സൗണ്ട് റെക്കോർഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, സൗണ്ട് പ്രൊഡ്യൂസിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഹൈ ക്വാളിറ്റി റെക്കോർഡിംഗ് പ്ലേയേഴ്സ്, ഇലക്ട്രിക് ക്ലോക്ക്, ടെലി പ്രിൻറ്റിംഗ് ടൈമിംഗ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഈ ഒരു മോട്ടർ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് റിലക്റ്റൻസ് മോട്ടറാണ്. റിലക്റ്റൻസ് മോട്ടർ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് മാഗ്നറ്റിക് പോൾസും ഫെറോ മാഗ്നറ്റിക് റോട്ടറും തമ്മിലുള്ള റിലക്റ്റൻസിൻ്റെ വ്യത്യാസത്തിൻ്റെ ബേസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് റിലക്റ്റൻസ് മോട്ടർ. ഹൈ പവർ ഡെൻസിറ്റിയാണ് അറ്റ് ലോ കോസ്റ്റ്. അതായത് പവർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മെറ്റീരിയലിൽ നിന്ന് മാക്സിമം പവർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ് റിലക്റ്റൻസ് മോട്ടറിനുള്ളത്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വലിയ ടോർക്കുകൾ വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യും, റിപ്പിൾ വരും. റിപ്പിൾ എന്ന് പറഞ്ഞാൽ മാക്സിമം ആൻഡ് മിനിമം ടോർക്കിൻ്റെ ഇടയിൽ ഒരു ചെറിയ വേരിയേഷൻ വരും. അതുപോലെ തന്നെ റിവല്യൂഷൻ, അതായത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ലോ സ്പീഡിലും മറ്റുമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോയ്സ് കോസ് ടോർക്ക് റിപ്പിളും വരും. അപ്പോൾ രണ്ട് ടോർക്കിലും, അതായത് മാക്സിമം ഹൈ ടോർക്കിൽ റൊട്ടേറ്റ് ചെയ്യിക്കാനും പറ്റില്ല, സ്മോൾ ടോർക്ക് ലോ ടോർക്കിലും റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു മീഡിയം ടോർക്ക് റേഞ്ചിൽ റൊട്ടേറ്റ് ചെയ്യിക്കുന്ന ഒരു മോട്ടറാണ് റിലക്റ്റൻസ് മോട്ടർ എന്നുള്ളത്. പിന്നെ മൾട്ടിപ്പിൾ പ്രൊജക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പോളാണ് സ്റ്റേറ്റർ എന്നുള്ളത്. അതുപോലെ തന്നെ ബ്രഷ്ലെസ് DC മോട്ടറാണ്, DC മോട്ടറിൻ്റെ സെറ്റപ്പാണ് ഉപയോഗിക്കുന്നത്. അത് റോട്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഇപ്പോൾ ഈ രണ്ട് നേരത്തെ പറഞ്ഞതിലും റിലക്റ്റൻസ് മോട്ടറിലും നേരത്തെ പറഞ്ഞ ഹിസ്റ്റെറിസിസ് മോട്ടറിലും മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് നമ്മൾ റോട്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നാണ് സച്ച് ആസ് laminated silicon steel which has multiple projection acting as a salient magnetic poles through magnetic reluctance value വരുന്ന രീതിയിൽ, മാഗ്നറ്റിക് റിലക്റ്റൻസ് വാല്യൂ കുറവുള്ള രീതിയിലുള്ള
റോട്ടർ സെറ്റപ്പുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. ഇത് 2 പൊസിഷനിലാണ് ഉപയോഗിക്കുന്നത്. 2 പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി അൺഅലൈൻഡ് പൊസിഷനും അതേപോലെ തന്നെ അലൈൻഡ് പൊസിഷൻ 2 പൊസിഷനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക മോട്ടോർ ഓപ്പറേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ റിലക്റ്റൻസിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ടാണ് റോട്ടർ എന്ത് ചെയ്യുക റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് എന്താണ് 2 വൈൻഡിങ് വെച്ചിട്ട് സ്പ്ലിറ്റായിട്ട് വൈൻഡിങ് ചെയ്തിട്ട് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആക്കും. അതിനോട് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു റോട്ടറാണ് റിലക്റ്റൻസ് മോട്ടറിന് ഉണ്ടാവുക. താങ്ക് യു.